നമസ്കാരം. ഇന്ന് അത്ഭുതകരമായ ഒരു ദിവസം തന്നെയാകുന്നു. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഇന്നേ ദിവസം ചില അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതായ ദിവസമാണ് എന്ന് തന്നെ പറയാം. തന്മൂലം ചില രാശിക്കാർക്ക് അത്ഭുതകരമായ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇന്നേ ദിവസത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാം. ജൂൺ 7 വെള്ളിയാഴ്ചയായ ഇന്ന് ശുക്രനും വ്യാഴവും കൂടിച്ചേർന്ന് ഗജലക്ഷ്മി രാജയോഗം വന്ന് ചേരുന്നതായ സമയമാകുന്നു. കൂടാതെ ചന്ദ്രൻ ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കുന്നതായ സമയം. കൂടാതെ ഇന്ന് ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷത്തിലെ പ്രതിപാദ തിഥി കൂടിയാകുന്നു. അതിനാൽ തന്നെ ചില അത്ഭുതകരമായ യോഗങ്ങൾ ഇന്നേ ദിവസം രൂപാന്തരപ്പെടുന്നു എന്ന് പറയാം. ഗജലക്ഷ്മി രാജയോഗത്തോടൊപ്പം തന്നെ കാലയോഗം, ശുക്രാദിത്യ യോഗം, മകീരം നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും സംഭവിക്കുന്നതായ ദിവസമാകുന്നു. അതിനാൽ തന്നെ ഇന്നേ ദിവസം ചില രാശിക്കാർക്ക് അത്ഭുതകരമായ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും ഇവർക്ക് ഇന്നേ ദിവസം ലഭിക്കുന്നതാകുന്നു. ഇന്നേ ദിവസം, അതായത് ജൂൺ 7 വെള്ളിയാഴ്ച, ഏതെല്ലാം രാശിക്കാർക്കാണ് ജീവിതത്തിൽ ഭാഗ്യം തുണയ്ക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാകുന്നു. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം ജൂൺ 7 എന്ന ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമായ ദിവസമാകുന്നു. ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ ദിവസം എന്ന് പറയാം. ഇന്നേ ദിവസം പ്രധാനമായും ശാരീരികവും മാനസികവുമായ ആരോഗ്യം അഥവാ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ആരോഗ്യ കാര്യത്തിൽ പല പ്രശ്നങ്ങളുണ്ട് എങ്കിലും ഇന്നേ ദിവസം അല്പം ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്കുണ്ട്. ഇന്നേ ദിവസം നിങ്ങളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലുള്ള ദിവസമാകുന്നു. അതിനാൽ തന്നെ ഇന്നേ ദിവസം ശരിയായ രീതിയിൽ ചിന്തിക്കുക, പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം പല തീരുമാനങ്ങളും, പല പ്രധാനപ്പെട്ടതായ തീരുമാനങ്ങളും എടുക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. വ്യാപാരികളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വ്യാപാരികൾ ഇന്നേ ദിവസം ലാഭം നേടുന്നതായ ബിസിനസ്സുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ കടന്നു വരും എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഉയർന്ന ലാഭം ബിസിനസ്സിൽ ഇന്നേ ദിവസം ലഭിക്കുകയോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരികയോ ചെയ്യാം. കൂടാതെ ഇന്നേ ദിവസം തീർച്ചയായും പ്രണയികൾക്കും അനുകൂലമാണ് സമയം. കൂടാതെ പരസ്പര ധാരണ ഇന്നേ ദിവസം നിങ്ങളിൽ ശക്തമാകുന്ന സമയമാകുന്നു. ജോലിയുള്ള വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു വരുമാനമുള്ള ജോലിയോ അല്ലെങ്കിൽ നിലവിലെ ജോലിയുമായി ബന്ധപ്പെട്ട് ശുഭകരമായ കാര്യങ്ങളോ വന്നു ചേരാം. ഈ സമയം തീർച്ചയായും കരിയറുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ, വളർച്ച എന്നിവ പ്രതീക്ഷിക്കാവുന്നതുമാണ്. അമ്മയുമായുള്ള ബന്ധം ഇന്നേ ദിവസം കൂടുതൽ ശക്തമാകും എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾക്ക് ശുഭകരമായ ദിവസമാകുന്നു. അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ദിവസം. എന്നാൽ ഇന്നേ ദിവസം ദേഷ്യം പൂർണ്ണമായും ഒഴിവാക്കണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. അതല്ല എങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ തട്ടിത്തെറിച്ച് പോകുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഇന്നേ ദിവസം ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങളും വന്ന് ചേരുന്നതാകുന്നു. ഇന്നേ ദിവസം തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ചിങ്ങം രാശിക്കാർക്ക് ജൂൺ 7 അനുകൂലമായ ദിവസമാണ് എന്ന് പറയാം. കാരണം ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ ചില നേട്ടങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. പ്രധാനമായും നിങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് കൂടുതൽ ശക്തിപ്പെടുവാൻ, ഭാവിയിലേക്ക് ഉതകും വിധം അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ ചെയ്യുവാനോ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനോ സാധിക്കും. ഇന്നേ ദിവസം വളരെ കാലമായി നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനോ അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്നതായ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനോ ഇന്നേ ദിവസം നിങ്ങൾക്ക് സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട്
അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യത കൂടുതലാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം. കൂടാതെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇന്നേ ദിവസം ചില കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സമൂഹത്തിൽ നിങ്ങളുടെ അന്തസ്സ് ഗണ്യമായി വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം വിജയകരമായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനോ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനോ സാധ്യത കൂടുതലാകുന്നു. പല കാര്യങ്ങളിലും നിങ്ങളുടെ വ്യക്തിമുദ്ര നിങ്ങൾക്ക് പതിപ്പിക്കുവാൻ സാധിക്കും വിധം മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിൽ സന്തോഷവും ഐക്യവും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഇന്നേ ദിവസം സന്തോഷകരമായ വാർത്തകൾ, ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ പല വഴികളിലൂടെയും ധനം വന്നു ചേരുക, പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ അനുകൂലമായി സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ അനുകൂലമാണ്. ക്ഷോഭം നിയന്ത്രിക്കുക എന്ന പ്രധാനപ്പെട്ട കാര്യവും നിങ്ങൾ ഇന്നേ ദിവസം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാകുന്നു. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം ഏറ്റവും ശുഭകരമായ ഒരു ദിവസമാണ് എന്ന് പറയാം. കാരണം മകരം രാശിക്കാർക്ക് ഇന്നേ ദിവസം ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വളരെയധികം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. പല വ്യക്തികളെയും അഥവാ അപ്രതീക്ഷിതമായ ചില വ്യക്തികളെയും ഇന്ന് കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരികയോ അല്ലെങ്കിൽ അത് ഗുണം ചെയ്യുകയോ ചെയ്യാം. ഇന്നേ ദിവസം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ അഥവാ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ, അല്പം ഉയർച്ച, ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരാവുന്നതായ സമയമാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ഈ കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. കൂടാതെ പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം നിങ്ങൾക്ക് മികച്ചതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഏകോപനം മികച്ചതായിരിക്കും. ഇന്നേ ദിവസം തർക്കങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ സമയമാകുന്നു. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് യാത്രകൾക്കോ മറ്റ് സന്തോഷകരമായ നിമിഷങ്ങൾക്കോ സാധ്യത കൂടുതലാകുന്നു. ഇന്നേ ദിവസം ക്ഷോഭം നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ക്ഷോഭം പൂർണ്ണമായും നിങ്ങൾ ഇന്നേ ദിവസം നിയന്ത്രിക്കുന്നതിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. മീനം രാശിക്കാർക്കും ഇന്നേ ദിവസം ശുഭകരമായ ദിവസമാണ് എന്ന് നിസ്സംശയം പറയാം. മീനം രാശിക്കാർക്ക് തങ്ങളുടെ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ ദിവസമാകുന്നു. ശാരീരികവും മാനസികവുമായി നിങ്ങൾ ശക്തരാകുന്ന ദിവസമാണ് എന്ന് തന്നെ പറയാം. ആഡംബരപരമായ വസ്തുക്കൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കും. കുടുംബാംഗങ്ങൾ ഒത്ത് അനുകൂലമായ കാര്യങ്ങൾ ഇന്നേ ദിവസം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഇന്നേ ദിവസം പുതിയ ജോലി ലഭിക്കുകയോ അതിനുള്ള അവസരങ്ങൾ, മറ്റൊരു ഓഫർ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പ്രശസ്തി ഇന്നേ ദിവസം നേടിയെടുക്കുകയോ വർദ്ധിപ്പിക്കുവാനോ സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളെ കണ്ടുമുട്ടുവാനും അവരുമായി ഇടപഴകുവാനും അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഇന്നേ ദിവസം വിദേശവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. അതിഥികൾ ഇന്നേ ദിവസം വീടുകളിലേക്ക് വന്നു ചേരുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ശുഭകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ഇന്നേ ദിവസം നിങ്ങളുടെ വിശ്വാസ്യത വർദ്ധിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതുമാണ്. അല്പം ആശ്വാസം ലഭിക്കും എന്ന് തന്നെ പറയാം. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ഗുണകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. ജോലി ഇല്ലാത്തവരാണ് എങ്കിൽ തീർച്ചയായും ഇന്നേ ദിവസം ചില കാര്യങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായി വന്നു ചേരാം. ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നതായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കുകയോ അല്ലെങ്കിൽ കടബാധ്യതകൾ ഒരു പരിധിവരെ ഒഴിവാവുകയോ സഹായധനം ലഭിക്കുകയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്.
ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങളുടെ അന്തസ്സ് വർദ്ധിക്കുന്നതായ ചില കാര്യങ്ങൾ ചെയ്യുവാനോ പ്രവർത്തിക്കുവാനോ നിങ്ങൾക്ക് സാധിക്കും. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങളെ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ സാധിക്കും വിധം ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ശുഭകരമായ വാർത്തകൾ കേൾക്കുന്നതിനോടൊപ്പം പ്രണയികൾക്ക് അനുകൂലമായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. പോസിറ്റീവ് ഊർജം ഇന്ന് നിങ്ങളിൽ വർദ്ധിക്കുന്നതായ ദിവസം കൂടിയാകുന്നു. അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഇന്നേ ദിവസം ഈ രാശിക്കാർ ഏവരും ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. ലക്ഷ്മി ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഈ ഗുണഫലങ്ങൾ ഇരട്ടിക്കുന്നതാകുന്നു.